അടുത്തതായിട്ട് നമ്മൾ തേർഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തേർഡ് മോഡ്യൂളിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത് ബൈനറി നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് അല്ലെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബൈനറി നമ്പേഴ്സ്. നമുക്കറിയാം നമ്മുടെ മെഷീൻസിലെല്ലാം നമ്മൾ ബൈനറി നമ്പേഴ്സാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിനു വേണ്ടി എന്ത് സർക്യൂട്ടറിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരു ബൈനറി നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി ബൈനറി നമ്പേഴ്സ് വരുമ്പോഴത്തേനും രണ്ട് ടൈപ്പ് ഓഫ് ബൈനറി നമ്പേഴ്സ് വരാറുണ്ട്. അതായത് സൈൻഡ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അൺസൈൻഡ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സും ഉണ്ട്. ഇത് നമുക്കറിയാവുന്നതാണ്. സൈൻ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള നമ്പറും സൈൻ കൺസിഡർ ചെയ്യാത്ത നമ്പേഴ്സും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ അൺസൈൻഡ് ബൈനറി നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പം അൺസൈൻഡ് ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സൈന് കൺസിഡർ ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു ജനറലി നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n ബിറ്റ് നമ്പർ, ഓക്കെ, ഒരു n ബിറ്റ് നമ്പറിനെ വേറൊരു n ബിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് 2n ബിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഇപ്പം ഞാനിപ്പോൾ 4x4 ആണ് ചെയ്യുന്നത്. 4 ബിറ്റുള്ള രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 2x4 വിച്ച് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അത് ജനറലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മളിപ്പോൾ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു 123 × 46 ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഇത് ആദ്യത്തേത് മൾട്ടിപ്ലിക്കൻറ്റും രണ്ടാമത്തേത് മൾട്ടിപ്ലയറുമാണ് അല്ലേ. അപ്പോൾ ഈ മൾട്ടിപ്ലയറിൻ്റെ ഓരോരോ ബിറ്റ്സ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഓരോ ബിറ്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഒരു പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതി അടുത്ത മൾട്ടിപ്ലയറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് നമ്മൾ നോർമലി മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 6 × 3 വരുമ്പോൾ 18 ആണ് വരുന്നത്. അപ്പോൾ 1 ക്യാരി വരുന്നു. സോ 6 × 2 12 + 3 എന്ന് പറയുന്നത് 13 ആണ്. എഗെയിൻ ഒരു ക്യാരി വന്നു. ദെൻ 1 × 6 + 1 7. ഇപ്പോൾ 7 3 8 ആണ്. ആദ്യത്തെ മൾട്ടിപ്ലയറിൻ്റെ ആദ്യത്തെ ബിറ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കൻറ്റിനെ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ബിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ ബിറ്റിനെ എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ഓരോ ബിറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു പൊസിഷൻ ലെഫ്റ്റിലേക്ക് നീക്കിയാണ് അടുത്തത് നമ്മൾ എഴുതുന്നത് അല്ലേ. അപ്പോൾ 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 12ൻ്റെ ദെൻ ഒരു ക്യാരി വരുന്നുണ്ട്. ദെൻ 4 × 2 8 + 1 9. ദെൻ 4 × 1 4. ഇത്രയും ആണ് ഇതിൽ വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ കിട്ടിയത് ഇത് നമ്മൾ പാർഷ്യൽ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന പാർഷ്യൽ റിസൾട്ട്സ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ പാർഷ്യൽ പ്രോഡക്റ്റ് 1 എന്ന് പറയുന്നു. ദെൻ അതുപോലെ തന്നെ രണ്ടാമത് കിട്ടിയതിനെ പാർഷ്യൽ പ്രോഡക്റ്റ് 2 എന്ന് പറയുന്നു. ഇനി എന്താ ചെയ്യുക? നമുക്ക് എത്ര പാർഷ്യൽ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടോ ഈ എല്ലാ പാർഷ്യൽ പ്രോഡക്ട്സിൻ്റെയും തമ്മിൽ സം എടുത്തിട്ടാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ 8 വരുന്നു, 5 വരുന്നു, ദെൻ ഇവിടെ വരുമ്പോഴത്തേന് 16 വരും, 1 ക്യാരി വരുന്നു, 5 വരുന്നു. ഓക്കെ, ഇതാണ് നമുക്കിതിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലയറിൻ്റെ ഓരോരോ ബിറ്റ്സ് എടുത്തിട്ട് മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ ഓരോ തവണയും നമ്മൾ പാർഷ്യൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. ദെൻ ആ ഓരോ പാർഷ്യൽ പ്രോഡക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക് ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്ത് എഴുതുന്നു. ദെൻ അതിനുശേഷം ഈ എല്ലാ പാർഷ്യൽ പ്രോഡക്ട്സിൻ്റെയും കൂടി സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ രണ്ട് അൺസൈൻഡ് ബൈനറി നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മാനുവലി രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 1 1 0 1, അതായത് നമ്മുടെ ഡെസിമലിനകത്ത് 13ഉം 11ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. 13ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ളതാണ് 1 1 0 1ഉം പിന്നെ 11ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്
1 0 1 1. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുക, റൈറ്റ് മൾട്ടിപ്ലയറിൻ്റെ ആദ്യത്തെ ബിറ്റ് എടുക്കുന്നു, റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യത്തെ ബിറ്റാണ് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ 1 × 1 1, 1 × 0 0, 1 × 1 1, 1 × 1 1. അപ്പോൾ ഇവിടെ കിട്ടിയത് ഇത് നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 1 കിട്ടി, ആദ്യത്തെ പാർഷ്യൽ പ്രോഡക്റ്റ് കിട്ടി. ദെൻ അടുത്ത ബിറ്റ് എന്ന് പറയുന്നത് അഗെയിൻ 1 ആണ്. അപ്പോൾ 1 × 1 1, 1 × 0 0, 1 × 1 1, 1 × 1 1 കിട്ടി. ദെൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 2 ആണ്. ദെൻ അടുത്ത നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. 0 വന്നു കഴിഞ്ഞാൽ ഏത് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയതുകൊണ്ട് നമുക്ക് അത്രയും നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 3 എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ ഒരു 1 വന്നു. അപ്പം 1 വന്നു കഴിയുമ്പോഴത്തേനും 1 0 1 1. അപ്പോൾ ഇത് നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 4 കിട്ടി. ഇങ്ങനെ 4 പാർഷ്യൽ പ്രോഡക്ട്സ് കിട്ടി. അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എല്ലാ പാർഷ്യൽ പ്രോഡക്ട്സിനെയും തമ്മിൽ ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേനും 1 + 1 1 0 + 1 വരുമ്പോൾ 1 1 വരും. അപ്പോൾ ആ 1ഉം അഗെയിൻ ഒരു 1 ക്യാരി ഇവിടെ വരുന്നു. സോ അപ്പോൾ 1 + 1 1 0 0, അഗെയിൻ ഒരു ക്യാരി ഹിയർ. സോ 1 + 1 0 ക്യാരി, 1 + 1 1 0. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൈനൽ പ്രോഡക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ 4 ഇവിടെ 4, അങ്ങനെ മൊത്തം 8 ബിറ്റുള്ള പ്രോഡക്റ്റാണ് കിട്ടിയത്. അതായത് 2 4 ബിറ്റ് നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇൻ കേസ് മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ് 1 ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആ മൾട്ടിപ്ലിക്കൻ്റ് തന്നെയായിരിക്കും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ 1 വന്നിരിക്കുന്ന എല്ലാ പൊസിഷനിലും നമ്മൾക്ക് പാർഷ്യൽ പ്രോഡക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് സെയിം മൾട്ടിപ്ലിക്കൻ്റ് തന്നെയാണ്. അതേസമയം 0 ആണ് നമുക്ക് ബിറ്റായിട്ട് വരുന്നതെങ്കിൽ, മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ് 0 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് വരുന്ന പാർഷ്യൽ പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ സക്സസീവ് പാർഷ്യൽ പ്രോഡക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളിപ്പോൾ ചെയ്തത് മാനുവലായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ഇതിനി നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ CPU-നകത്ത് പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി അൺസൈൻഡ് ബൈനറി മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു അറേ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നുണ്ട്. അറേ മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ സർക്യൂട്ട് മൾട്ടിപ്ലയർ. സീക്വൻഷ്യൽ സർക്യൂട്ട് മൾട്ടിപ്ലയർ. ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് സർക്യൂട്ട്സ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി അൺസൈൻഡ് ബൈനറി നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം നമ്മൾ നോക്കുന്നത് അറേ മൾട്ടിപ്ലയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അറേ മൾട്ടിപ്ലയർ. അറേ മൾട്ടിപ്ലയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഒരു അറേ ഓഫ് സെൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറേ സെൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അറേ മൾട്ടിപ്ലയറിനെ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ കുറേ സെൽസ് നമുക്കിപ്പോൾ 4/4 നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ഒരു 4/4 അറേയാണ് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു 4 ആയി. ഇനി അടുത്ത ഓരോന്നും വരുമ്പോഴത്തേനും ഓരോ പാർഷ്യൽ പ്രോഡക്റ്റും നമുക്കറിയാം ഒരു പൊസിഷൻ നീങ്ങിയാണ് നിൽക്കുന്നതെന്നറിയാം അല്ലേ? അപ്പോൾ അതനുസരിച്ചായിരിക്കണം അതിൻ്റെ പൊസിഷൻ വരേണ്ടത്. സോ അപ്പം ഇതിൻ്റെ പൊസിഷൻ ഇവിടെ വരുന്നു 2 3 4. ദെൻ അടുത്ത റോയിൽ 1 ഇപ്പുറത്ത് വന്നു, ദെൻ 2 3 4. അടുത്തത് വരുമ്പോഴത്തേനും അഗെയിൻ അടുത്ത റോയിൽ ഇതിങ്ങനെ വരും, അടുത്ത സെല്ല് ഇവിടെ വരും, അടുത്ത സെല്ല് ഇവിടെ വരും,
അടുത്ത സെല്ല് ഇങ്ങനെ. അപ്പോൾ ഒരു രണ്ട് 4x4 നമ്പേഴ്സിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 4x4 അറേയാണ് നമുക്ക് ആവശ്യം. ഇനി ഈ 4x4 അറേയിലേക്ക് നമ്മൾ ഈ മുകളിലത്തെ ടോപ്പ് സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മൾട്ടിപ്ലിക്കൻ ബിറ്റ്സിനെ ആയിരിക്കും. മൾട്ടിപ്ലിക്കൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ബിറ്റ്സിനെയാണ് നമ്മൾ എവിടെ കൊടുക്കേണ്ടത്? ആ ടോപ്പ് പൊസിഷനിൽ ഉള്ള റോയിൽ നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്കിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ M3 ബിറ്റ്, മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ 3rd ബിറ്റ്, അടുത്ത 2nd ബിറ്റ്, അടുത്ത് വരുന്നത് 1st ബിറ്റ്, ദെൻ 0th ബിറ്റ് ഇവിടെ M0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കൻസിനെ എല്ലാം നമ്മൾ ടോപ്പിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റ്സ്, സെക്കൻഡ് നമ്പറിൻ്റെ ബിറ്റ്സ് നമ്മൾ ലോഡ് ചെയ്യുന്നത് ഈ ഓരോ പൊസിഷനിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളിങ്ങനെ ലോഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മൾട്ടിപ്ലയറിന് നമ്മൾ Q എന്ന് എടുക്കുകയാണെങ്കിൽ, എമ്മും Q ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് Q0 ബിറ്റ്. ഇവിടെയാണ് നമ്മുടെ മൾട്ടിപ്ലയർ വരുന്നത്. മൾട്ടിപ്ലയറിൻ്റെ Q0 ബിറ്റ് അവിടെ വരും. ദെൻ Q1 ബിറ്റിനെ നമ്മൾ അടുത്ത റോയിലേക്ക് കൊടുക്കുന്നു. അടുത്തത് Q2 ബിറ്റിനെ നെക്സ്റ്റ് റോയിലേക്ക് കൊടുക്കുന്നു. Q3 ബിറ്റിനെ അടുത്ത റോയിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിനെയും മൾട്ടിപ്ലയറിനെയും നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ അറേ മൾട്ടിപ്ലയറിലേക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓരോ സെൽസും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു സെല്ലിൽ നിന്ന്, അതായത് ഇവിടുന്ന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത സെല്ലിലേക്ക് പോകാനുണ്ടായിരിക്കും ചില സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സെൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത് ക്യാരി പൊസിഷനാണ്. അപ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ടാണ് ഈ ഒരു കണക്ഷൻ വരുന്നത്. സോ അപ്പം ഈ എല്ലാ അറേയുടെ എല്ലാ സെൽസും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുവാണ്. ക്യാരി ഇന്നും ക്യാരി ഔട്ടും മൾട്ടിപ്ലയർ ബിറ്റും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഓരോ റോ വൈസ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യുവാണ്. റോ വൈസ് ഓരോ സെൽസിനെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. ഫൈനലി നമുക്കിവിടെ ഒരു ക്യാരി ഔട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പൊസിഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇൻഡിവിജ്വൽ സെല്ല് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന അറേ മൾട്ടിപ്ലയറിൽ ഒരു സെല്ലെന്ന് പറയുന്നത്, ആ ഒരു സെല്ലിനകത്ത് ഒരു ഫുൾ ആഡർ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ആൻഡ് ഗേറ്റും ഉണ്ടാവും. ഒരു ഫുൾ ആഡറും ഒരു ആൻഡ് ഗേറ്റും ചേരുന്നതാണ് നമ്മുടെ ഒരു സെല്ലെന്ന് പറയുന്നത്. ഈ ആൻഡ് ഗേറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൾട്ടിപ്ലയറിനെയും മൾട്ടിപ്ലിക്കൻറ്റിനെയും ബിറ്റുകൾ നമുക്ക് വരുന്നുണ്ടല്ലോ, ഈ ബിറ്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻഡ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് Q ബിറ്റ്, അതായത് നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ ബിറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റുമാണ് ആൻഡ് ഗേറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കൊടുക്കുന്ന രണ്ട് ബിറ്റുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ബിറ്റ് കിട്ടും. അത് ഫുൾ ആഡറിലേക്ക് കൊടുത്തു. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ ഒരു ബിറ്റിനെ ഇവിടെ നമ്മൾ ഫുൾ ആഡർ യൂസ് ചെയ്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ തവണയും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ തവണയും നമ്മുടെ മൾട്ടിപ്ലിക്കൻ്റ് ആൻഡ് മൾട്ടിപ്ലയർ ബിറ്റ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം പ്രീവിയസ്ലി വന്നേക്കുന്ന പാർഷ്യൽ പ്രോഡക്റ്റ് എന്താണോ ആ പാർഷ്യൽ പ്രോഡക്റ്റിനെ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് ആ ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരിയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ക്യാരി ഇൻ വരുന്നുണ്ട്. ഫുൾ ആഡർ നമുക്കറിയാം 3 ഇൻപുട്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ് ഒരു ഫുൾ ആഡർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിലേക്ക് ഒരു ക്യാരി വരുന്നുണ്ട്. ഈ 2 ബിറ്റ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ ബിറ്റും വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് 3 തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഫുൾ ആഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ക്യാരി ഔട്ട് കിട്ടും. ഇതിൽ നിന്നൊരു ക്യാരി വരും. അതോടൊപ്പം തന്നെ പാർഷ്യൽ പ്രോഡക്റ്റ്, നെക്സ്റ്റ് പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ ഒരു
ബിറ്റും കിട്ടും. ഓക്കെ, ബിറ്റ് ഓഫ് ഔട്ട് ഗോയിങ് മറ്റേത് ഇൻകമിങ് പാർഷ്യൽ പ്രോഡക്റ്റ് ആയിരുന്നു, ഇത് ഔട്ട് ഗോയിങ് പാർഷ്യൽ പ്രോഡക്റ്റ് ആണ്. അതായത് ഇവിടെ PPI ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് I+1 PP I+1ൻ്റെ ഒരു ബിറ്റായിരിക്കും നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു സെല്ല് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കൻ ബിറ്റ് ഒരു സെല്ലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ സെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കൻ ബിറ്റ് കൊടുക്കുന്നുണ്ട്, Q0 ബിറ്റും അതായത് മൾട്ടിപ്ലയറിൻ്റെ ബിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി Q0 നമുക്ക് ഓൾറെഡി 0 ആണെന്ന് വിചാരിക്കുക. Q0 0 ആണെങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കില്ലേ. അപ്പം അത് മാത്രമല്ല, ഓരോ തവണയും നമുക്ക് പാർഷ്യൽ പ്രോഡക്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്താണല്ലോ വരുന്നത്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇനിഷ്യൽ പാർഷ്യൽ പ്രോഡക്റ്റ്, അതായത് നമ്മുടെ PP0 പാർഷ്യൽ പ്രോഡക്റ്റ് 0th പാർഷ്യൽ പ്രോഡക്റ്റിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഈ മൾട്ടിപ്ലയർ ബിറ്റ്സ് ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻപുട്ട് നമ്മൾ 0 ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ 0 എന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 0 ആണ്. 0th പാർഷ്യൽ പ്രോഡക്റ്റിനെയാണ് നമ്മളിവിടെ 0 ആയിട്ട് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ദെൻ അതിനുശേഷം മൾട്ടിപ്ലയർ ബിറ്റ് 0 ആണെങ്കിൽ നമുക്ക് എല്ലാം 0 ആയിട്ട് ലോഡ് ചെയ്യാൻ പാകത്തിന് നമ്മളിവിടെ ഒരു ഇൻപുട്ട് 0യും സെറ്റ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലയറിനെ 0 ആയിട്ടും ഒരു ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മൾട്ടിപ്ലയർ ബിറ്റിൻ്റെ അല്ല, ക്യാരി ഇൻ, നമുക്ക് എല്ലാത്തിനും ഒരു ക്യാരി ഇൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ ക്യാരി എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ ഇനിഷ്യലി 0 ആയിട്ട് കൊടുക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ ഓരോ ഇതിൽ നിന്നും നമ്മുടെ ഓരോ അറേക്കകത്തും സെല്ലിനകത്തു നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ഔട്ട് ഗോയിങ് പാർഷ്യൽ പ്രോഡക്റ്റ് ബിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനലി ഇവിടെ കിട്ടുന്ന ഇതാണ് നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 0th ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അഡീഷൻ ഒന്നും നടത്താനില്ല. നമുക്ക് ഡയറക്റ്റ് ഇവിടെ കിട്ടുന്ന ബിറ്റ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഇവിടുത്തെ പാർഷ്യൽ പ്രോഡക്റ്റായിട്ട് വരുന്നത്. ദെൻ രണ്ടാമത്തെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു പാർഷ്യൽ പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ പാർഷ്യൽ പ്രോഡക്റ്റിനെ താഴത്തെ സെല്ലിലെ പാർഷ്യൽ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അടുത്ത പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത കോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വണ്ണിൻ്റെ അഡീഷൻ കഴിഞ്ഞിട്ട് അവിടുന്ന് കിട്ടുന്ന റിസൾട്ട് പ്ലസ് ഇതിൻ്റെ കൂടെയുള്ള റിസൾട്ട് ഇതും ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ അടുത്ത പാർഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത കോളം നോക്കുമ്പോഴത്തേനും എഗെയിൻ ഇവിടെ നമുക്കൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് അടുത്തതുമായിട്ട് ആഡ് ചെയ്യണം, ദെൻ അടുത്തതുമായിട്ട് ആഡ് ചെയ്യണം. എഗെയിൻ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പാർഷ്യൽ പ്രോഡക്റ്റ് 3. ഓക്കെ, ദെൻ അത് കഴിയുമ്പോൾ ഇവിടെ വരുന്നത്, ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള നമ്മുടെ ക്യാരി ഔട്ടിനെ നമ്മൾ ഇവിടേക്ക് കൊടുക്കുന്നു. ആ ക്യാരിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് കിട്ടുന്ന റിസൾട്ട് ഇവിടെ എടുക്കുന്നു. അവിടെ നിന്നുള്ളതിനെ നമ്മൾ ഇവിടേക്ക് എടുക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ 4th ബിറ്റ് എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ അടുത്ത് കിട്ടുന്നത് ഇവിടെ നിന്നുള്ള നമ്മുടെ ക്യാരി ഔട്ടിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു, അടുത്ത് ഇവിടെ കൊടുക്കുന്നു. ദെൻ അവിടെ നിന്ന് നമ്മൾ പാർഷ്യൽ പ്രോഡക്റ്റിൻ്റെ 5th ബിറ്റ് എടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴത്തേനും ഇവിടെ നിന്നുള്ള നമ്മുടെ ക്യാരി ഔട്ട് എടുക്കുന്നു. ദെൻ അതിനെ ഇവിടേക്ക് ആഡ് ചെയ്തിട്ട് 6th ബിറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ഫൈനൽ ക്യാരി നമ്മൾ 7th ബിറ്റായിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഫസ്റ്റ് റോയിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ പ്രോഡക്റ്റ് 1 ആണ്. സെക്കൻഡ് റോയിലുള്ളതെന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രോഡക്റ്റ് 2 ആണ്. തേർഡ് റോയിൽ വരുന്നത് പാർഷ്യൽ പ്രോഡക്റ്റ് 3 ആണ്. 4th റോയിൽ വരുന്നത് പാർഷ്യൽ പ്രോഡക്റ്റ് 4 ആണ്. അപ്പോൾ ഈ ഓരോ പാർഷ്യൽ പ്രോഡക്റ്റും കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സമ്മം കണ്ടുപിടിച്ചാണ് പോകുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ P0 to P7 വരെയുള്ള ലൈൻസിലാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറേ മൾട്ടിപ്ലയറിൽ നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിപ്ലയറിനെ ഫീഡ് ചെയ്ത് കൊടുക്കും. വെർട്ടിക്കലി നമ്മൾ മൾട്ടിപ്ലിക്കൻറ്റിനെ ഫീഡ് ചെയ്ത് കൊടുക്കും.
ഈ ഇനിഷ്യൽ ക്യാരി 0 ആയതുകൊണ്ട് മൾട്ടിപ്ലയറിൻ്റെ ഒരു ഇൻപുട്ടിൽ നമ്മൾ 0യും കൂടി കൊടുക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ വെർട്ടിക്കലി വരുന്ന സമയത്ത് ഇനിഷ്യൽ പാർഷ്യൽ പ്രോഡക്റ്റ് 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ബിറ്റുകളെല്ലാം ചേർത്തെടുക്കുമ്പോൾ നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അറേ മൾട്ടിപ്ലയർ നമുക്ക് വർക്കാവുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയും അറേ മൾട്ടിപ്ലയർ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഇഷ്യൂ ഉള്ളത്, കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു n/n അറേ മൾട്ടിപ്ലയർ നമ്മൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് n² നമ്പർ ഓഫ് ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. ഓക്കെ. കാരണം n/n അറേ സെൽസ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഓരോന്നിലും നമുക്ക് ആൻഡ് ഗേറ്റ്സ് വേണം. അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് n² ആൻഡ് ഗേറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ n × n-2 ഫുൾ ആഡേഴ്സ് നമുക്ക് ആവശ്യം വരും. ഫുൾ ആഡേഴ്സ് നമുക്ക് ആവശ്യം വരുന്നത് 3 ഇൻപുട്ട്സിനെ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരുമ്പം അതിനു വേണ്ടി നമ്മൾ ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യും. അതുപോലെ n നമ്പർ ഓഫ് ഹാഫ് ആഡേഴ്സും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇനിഷ്യലി നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പം 3 ഇൻപുട്ട് വേണ്ടി വരില്ല. അങ്ങനെ വരുന്ന കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഫ് ആഡേഴ്സ് വേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ഗേറ്റ്സ് നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ട് വരും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇൻപുട്ടിനെ നമുക്ക് n നമ്പർ ഓഫ് ആഡേഴ്സ് വഴി കയറ്റി n-1 ആഡേഴ്സ് വഴി കയറി ഇറങ്ങിയാണ് നമുക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു അറേ മൾട്ടിപ്ലയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. ഇത്രയും നമ്പർ ഓഫ് ആഡേഴ്സിലേക്ക് നമുക്ക് ഈ ഒരു സെക്ഷനിൽ അഡീഷനും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. ലോങ്ങസ്റ്റ് ആണ് ഈ സർക്യൂട്ടിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്താണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്നാണ് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ പാത്തിൻ്റെ എണ്ണം കൂടുന്തോറും, ഹൈറ്റ് കൂടുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ അറേ മൾട്ടിപ്ലയറിൽ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണ് അറേ മൾട്ടിപ്ലയർ.